ഫൈലം കോഡേറ്റ. കോഡേറ്റ എന്ന് പറഞ്ഞാൽ എന്താൽ? നോട്ടോകോഡുള്ള ആനിമൽസ്. കോർഡേറ്റ എന്ന് പറഞ്ഞാൽ നോട്ടോകോഡുള്ള ആനിമൽസ്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ചോദിക്കാറുള്ള ചോദ്യം കമ്പാരിറ്റീവ് സ്റ്റഡിയാണ്. ദറ്റ് ഈസ് കമ്പാരിഷൻ ഓഫ് കോഡേറ്റ്സ് ആൻഡ് നോൺ കോഡേറ്റ്സ്. പിന്നെ ഒന്ന് ചോദിക്കാറുള്ളത് ഈ ഡയഗ്രാം. ഈ ഡയഗ്രത്തിൽ ലേബിൾ ചെയ്യാൻ പറയും. നെർവ് കോഡ്, നോട്ടോകോഡ്, ഗിൽ സ്ലിറ്റ്സ്, പോസ്റ്റ് ഏനൽ പാർട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ടിപ്പിക്കൽ കോർഡേറ്റ് ക്യാരക്ടേഴ്സ്. അതുകൊണ്ട് ഈ 4 ഭാഗങ്ങൾ ലേബിൾ ചെയ്യാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഡയഗ്രാം നന്നായിട്ട് നോക്കി പഠിക്കുക, ലേബിൾ ചെയ്യാൻ പഠിക്കുക. നെർവ് കോഡ് ഏറ്റവും മുകളിലത്തെ ഭാഗമാണ്. നോട്ടോകോഡ് അതിൻ്റെ തൊട്ട് താഴെയുള്ളത്തെ ഭാഗമാണ്. ദെൻ താഴെ കുറേ 5-6 ലൈൻസ് പോലെ പെർഫറേഷൻസ് കാണുന്നത് കൊണ്ടോ ദാറ്റ് ഈസ് ഗിൽ സ്ലിറ്റ്സ്. ഗിൽ സ്ലിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഫാരിങ്സിൽ കാണുന്ന പെർഫറേഷൻസ് ആണ് അല്ലേ. ഇനി പോസ്റ്റ് ഏനൽ പാർട്ട്. പോസ്റ്റ് ഏനൽ എന്ന് പറഞ്ഞാൽ ബോഡിയുടെ അവസാന ഭാഗത്ത് കാണുന്ന പാർട്ട്, അതിനെയാണ് ഏനൽ പാർട്ട് എന്ന് പറയുന്നത്. ഏനസ് ഉള്ള ഭാഗം, ബോഡിയുടെ അവസാന ഭാഗം, ദാറ്റ് ഈസ് ഏനസ് കഴിഞ്ഞുള്ള ഭാഗം. ഏനസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മൗത്ത് ഏനസ് അല്ലേ. ഏനസ് എന്ന് പറഞ്ഞാൽ ടെർമിനൽ ഓപ്പണിംഗ്, വേസ്റ്റ് മാറ്റർ പോകുന്ന ഓപ്പണിംഗ്. അപ്പോൾ നമുക്ക് ആ ടേംസ് വല്ലാതെ ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട ആവശ്യമില്ല. നോട്ടോകോഡ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 4 ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓർത്ത് വയ്ക്കണം. ടിപ്പിക്കൽ കോർഡേറ്റിൻ്റെ ക്യാരക്ടേഴ്സാണ്. അതുകൊണ്ട് ഈ 4 ഭാഗങ്ങൾ ലേബിൾ ചെയ്യാൻ ചോദിക്കും. അപ്പോൾ ഇത് ഓർമ്മ വേണം. ഫൈലം കോർഡേറ്റ, ഒരു ടിപ്പിക്കൽ കോർഡേറ്റ എങ്ങനെ ഇരിക്കും കാണാൻ എന്നുള്ളതിൻ്റെ ജനറൽ ഡയഗ്രാമാണ് ഇത്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കണം. ഇനി അടുത്തത് ഞാൻ പറഞ്ഞു കമ്പാരിഷനാണ്. കമ്പാരിഷൻ ഓഫ് കോർഡേറ്റ്സ് ആൻഡ് നോൺ കോർഡേറ്റ്സ്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കണം. കോർഡേറ്റ്സ് 6 ക്യാരക്ടേഴ്സ് ഉണ്ട്. അതേമാതിരി നോൺ കോർഡേറ്റ്സ് അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഓർത്ത് വയ്ക്കുക. കോർഡേറ്റ്സിന് നമുക്കറിയാം നോട്ടോകോഡ് ബേസ് ചെയ്തിട്ടാണ് അല്ലേ. നോട്ടോകോഡ് ഉണ്ടോ ഇല്ലയോ എന്ന് ബേസ് ചെയ്തിട്ടാണ് ആനിമൽസിനെ 2 മേജർ ഗ്രൂപ്പായിട്ട് തിരിച്ചിരിക്കുന്നത്. ഒന്ന് ഫൈലം കോർഡേറ്റ, ഒന്ന് ഫൈലം നോൺ കോർഡേറ്റ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. കോർഡേറ്റ്സ്. നോട്ടോകോഡ് പ്രസൻറ്റ്, നോട്ടോകോഡ് ഉണ്ട്. നോൺ കോർഡേറ്റ്സിൽ നോട്ടോകോഡ് ഇല്ല. അടുത്തത് കോർഡേറ്റ്സിൽ സെൻട്രൽ നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ നമ്മൾ നെർവ് കോഡ് എന്ന് പറഞ്ഞില്ലേ, നെർവ് കോഡ്. നെർവ് കോഡ് എങ്ങനെയാണ്? ഡോർസലാണ്. ഡോർസൽ എന്ന് പറഞ്ഞാൽ മുകളിലായിട്ട് കാണും. ഹോളോ, ഹോളോ എന്ന് പറഞ്ഞാൽ പൊള്ളയായത്. സിംഗിൾ, സിംഗിൾ എന്ന് പറഞ്ഞാൽ ഒറ്റന്നേ ഉള്ളൂ. ദെൻ മൂന്നാമത്തെ പോയിന്റ് ഫാരിങ്സ്, പെർഫറേറ്റഡ് ബൈ ഗിൽ സ്ലിറ്റ്സ്. അതായത് ഗിൽ സ്ലിറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം ഓപ്പണിങ്സ് ആണ്, ഓട്ടകളാണ് അല്ലേ. അപ്പോൾ ഫാരിങ്സിൽ ധാരാളം ഓട്ടകളുണ്ട്, അതിനെ പറയുന്നതാണ് ഗിൽ സ്ലിറ്റ്സ്. ഈ പെർഫറേഷൻസിനെ പറയുന്നത് സുഷിരങ്ങൾ അല്ലെങ്കിൽ ഓട്ടകൾ. ഇതെന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഫോർ റെസ്പിറേഷൻ. ഓക്കെ, ഇനി അടുത്തത് ഹാർട്ട് ഈസ് വെൻട്രൽ. അതായത് ഹാർട്ട് താഴെയാണ് കിടക്കുന്നത്. എന്തായിരിക്കും അത്? സർക്കുലേറ്ററി സിസ്റ്റം അല്ലേ. ഇപ്പോൾ സർക്കുലേറ്ററി സിസ്റ്റം താഴെയാണ്, വെൻട്രലാണ്. ഇനി അടുത്തത് പോസ്റ്റ് ഏനൽ പാർട്ട്, ടെയിൽ ഈസ് പ്രസൻറ്റ്. ഏനൽ പാർട്ട്, പോസ്റ്റ് ഏനൽ പാർട്ട് അല്ലെങ്കിൽ ടെയിൽ ഉണ്ട്. അടുത്തത് ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം. ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ട്രൂ പമ്പിങ് ഹാർട്ടും ഉണ്ട്. ദെൻ ബ്ലഡ് വെസൽസ് ഉണ്ട്. ബ്ലഡ് വെസൽസിലൂടെ ഒഴുകി അതാത് റെസ്പെക്റ്റീവ് ഓർഗൻസിലും ടിഷ്യൂസിലേക്ക് എത്തും. ഓക്കെ, അപ്പോൾ കോർഡേറ്റ്സിൽ 6 ക്യാരക്ടേഴ്സ് മെയിനായിട്ടുണ്ട്. ഒന്നുകൂടി പറയാം. നോട്ടോകോഡ് ഉണ്ട്. പിന്നെ സെൻട്രൽ നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ നെർവ് കോഡ്, അതിൻ്റെ പൊസിഷൻ പറയും. ഡോർസലാണ്, ഹോളോ ആണ്, സിംഗിളാണ്. മൂന്നാമത്തെ പോയിന്റ് ഫാരിങ്സിൽ ധാരാളം ഗിൽ സ്ലിറ്റ്സ് ഉണ്ട്, പെർഫറേറ്റഡ് ബൈ ഗിൽ സ്ലിറ്റ്സ്. അടുത്ത പോയിന്റ് ഹാർട്ട് വെൻട്രലാണ്, അടിഭാഗത്താണ്. അഞ്ചാമത്തെ പോയിന്റ് പോസ്റ്റ് ഏനൽ ടെയിൽ ഈസ് പ്രസൻറ്റ്. ആറാമത്തെ പോയിന്റ്
ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം. ഇനി നമുക്ക് നോൺ കോഡേറ്റ്സിലേക്ക് കടക്കാം. അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ്. നോട്ടോകോഡ് എന്തായിരിക്കും? ആബ്സെൻ്റ് ആയിരിക്കും. ഇനി സെൻട്രൽ നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ നെർവ് കോഡ് വെൻട്രൽ ആണ്, സോളിഡ് ആണ്, ഡബിൾ ആണ് അല്ലേ? സെൻട്രൽ നെർവസ് സിസ്റ്റം വെൻട്രൽ, സോളിഡ്, ഡബിൾ. വെൻട്രൽ എന്ന് പറഞ്ഞാൽ എന്താ? അടിഭാഗത്ത് കാണുന്നു. സോളിഡ് എന്ന് പറഞ്ഞാൽ എന്താ? പൊള്ളയായതല്ല. ഡബിൾ എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടെണ്ണം ഉണ്ട്. ഇനി ഗിൽ സ്ലിറ്റുകൾ ഇല്ല, അതായത് റെസ്പിറേഷന് ഇങ്ങനത്തെ സുഷിരങ്ങൾ ഇല്ല. ദെൻ ഹാർട്ട് ഡോർസലാണ്. അപ്പം നോൺ കോഡേറ്റ്സിൽ ഒരു പമ്പിങ് ഹാർട്ട് ഉണ്ടാകാം, ഉണ്ടാകാതിരിക്കാം. അപ്പോൾ അഥവാ ഒരു പമ്പിങ് ഹാർട്ട് ഉണ്ടെങ്കിൽ, ഒരു ഫോൾസ് ഹാർട്ട് ഉണ്ടെങ്കിൽ അത് എവിടെയായിരിക്കും? മുകളിലായിരിക്കും, താഴെയല്ല. ഓക്കെ, അതുകൊണ്ടാണ് ഇഫ് പ്രസൻറ്റ് എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. ദെൻ ലാസ്റ്റ് പോയിന്റ് എന്താണ്? പോസ്റ്റ് ഏനൽ ടെയിൽ ഇസ് ആബ്സെൻറ്റ്. പോസ്റ്റ് ഏനൽ ടെയിൽ ഇല്ല. പിന്നെന്താ അടുത്ത പോയിന്റ്? സർക്കുലേറ്ററി സിസ്റ്റം ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ ക്ലോസ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഓപ്പൺ ആയിരിക്കും. ഓക്കെ, അപ്പോൾ 6 പോയിന്റുകളായി. അപ്പോൾ ഏതൊക്കെയാണ് നോൺ കോഡേറ്റ്സിൽ? നോട്ടോകോഡ് ഇല്ല, നെർവ് കോഡ് വെൻട്രൽ, സോളിഡ്, ഡബിൾ, ഗിൽ സ്ലിറ്റ്സ് ആബ്സെൻറ്റ്, ഹാർട്ട് ഡോർസൽ, പോസ്റ്റ് ഏനൽ ടെയിൽ ആബ്സെൻറ്റ്, സർക്കുലേറ്ററി സിസ്റ്റം ക്ലോസ്ഡ് ഓർ ഓപ്പൺ. അപ്പോൾ ഇത്രയും പോയിന്റുകൾ ഓർത്തു വയ്ക്കണം. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്തത് നോക്കാം. ക്ലാസിഫിക്കേഷൻ ഓഫ് കോർഡേറ്റ. അപ്പോൾ എന്ത് ബേസിസിലാണ് ഈ കോർഡേറ്റ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? എന്ത് ബേസ് ചെയ്തിട്ടാണ് നോക്കാം? നോട്ടോകോഡ് ബേസ് ചെയ്തിട്ട് അല്ലേ? ഫൈലം കോർഡേറ്റ ഈസ് ഡിവൈഡഡ് ഇൻ ടു 3 സബ് ഫൈല. അപ്പോൾ എത്ര സബ് ഫൈലുണ്ട്? ഫൈലം കോർഡേറ്റയാണ്. ഫൈലം കോർഡേറ്റ 3 സബ് ഫൈലയായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്ത് ബേസ് ചെയ്തിട്ട്? ബേസ്ഡ് ഓൺ ദ ഫേറ്റ് ഓഫ് നോട്ടോകോഡ്. ഫേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ റിസൾട്ട്, അതിൻ്റെ തലവിധി. ദാറ്റ് ഈസ് നോട്ടോകോഡ് പിന്നീട് എന്തായി മാറുന്നു. നോട്ടോകോഡ് പിന്നീട് എന്തായി മാറുന്നു. അപ്പം നോട്ടോകോഡിൻ്റെ ഫേറ്റ് അനുസരിച്ചാണ് ഫൈലം കോർഡേറ്റ 3 സബ് ഫൈലയെ തിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം. യൂറോകോഡേറ്റ, സെഫാലോകോഡേറ്റ, വെർട്ടിബ്രേറ്റ. ഏതൊക്കെയാണ്? യൂറോകോഡേറ്റ, സെഫാലോകോഡേറ്റ, വെർട്ടിബ്രേറ്റ. അപ്പോൾ ഓർത്ത് വയ്ക്കണം, യൂറോകോഡേറ്റയും സെഫാലോകോഡേറ്റയും രണ്ടും കൂടി ഒന്നിച്ച് പ്രോട്ടോകോഡേറ്റ്സ് എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ലോവർ കോഡേറ്റ്സ്. ഏതൊക്കെയാണ്? യൂറോകോഡേറ്റ്സും സെഫാലോകോഡേറ്റ്സും ലോവർ കോഡേറ്റ്സ് അല്ലെങ്കിൽ പ്രോട്ടോകോർഡേറ്റയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മനസ്സിലായോ? യൂറോകോഡേറ്റയും സെഫാലോകോഡേറ്റയും ഒരേ കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏതാണ്? പ്രോട്ടോകോഡേറ്റ്സ് അല്ലെങ്കിൽ ലോവർ കോഡേറ്റ്സ്. ലോവർ കോഡേറ്റ്സിൻ്റെ പ്രത്യേകത എന്താണ്? കടൽ വെള്ളത്തിൽ മാത്രമേ കാണുള്ളൂ, ഫ്രഷ് വാട്ടർ ഫോംസ് ഇല്ല. മനസ്സിലായി? ശുദ്ധജലത്തിൽ കാണില്ല, കടൽ വെള്ളത്തിൽ, ഉപ്പുവെള്ളത്തിൽ മാത്രം കാണുന്ന ഫോംസ് ആണ് ഇത്. ഇനി വേറൊരു പ്രത്യേകത എന്താ? ഫസ്റ്റ് സബ് ഫൈലത്തിലേക്ക് കിടക്കാം. സബ് ഫൈലം യൂറോകോഡേറ്റ. യൂറോകോഡേറ്റയുടെ വേറെ പേരാണ് ട്യൂണിക്കേറ്റ. ട്യൂണിക്കേറ്റ. അപ്പം നമ്മൾ പറഞ്ഞു എക്സ്ക്ലൂസീവ്ലി മറൈൻ അല്ലേ, കടൽ വെള്ളത്തിൽ മാത്രം കാണുന്നു. ഇനി യൂറോകോഡേറ്റയിൽ മാത്രം കാണുന്ന പ്രത്യേകത അല്ലെങ്കിൽ ട്യൂണിക്കേറ്റയിൽ മാത്രം കാണുന്ന പ്രത്യേകത എന്താണ്? ലാർവൽ ടെയിൽ. എന്താണ്? ലാർവൽ ടെയിൽ മാത്രമേ നോട്ടോകോഡ് കാണുള്ളൂ. അതായത് ലാർവൽ ഫോം ഉണ്ടെങ്കിൽ അതിൻ്റെ വാൽ ഭാഗത്ത് മാത്രമേ നോട്ടോകോഡ് ഉള്ളൂ. ഓക്കെ, അപ്പോൾ നോട്ടോകോഡ് ഇസ് സീൻ ഓൺലി ഇൻ ലാർവൽ ടെയിൽ. നോട്ടോകോഡ് ഇസ് സീൻ ഓൺലി ഇൻ ലാർവൽ ടെയിൽ. ഓർമ്മ വേണം. യൂറോകോഡേറ്റ എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം, യൂറോ എന്ന് പറഞ്ഞാൽ അവസാന ഭാഗം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ യൂറോകോഡേറ്റ അല്ലെങ്കിൽ ട്യൂണിക്കേറ്റ എന്ന് പറഞ്ഞാൽ
ലാർവൽ ടെയിലിൽ മാത്രമേ നോട്ടോകോഡ് കാണുന്നുള്ളൂ. എക്സാമ്പിൾസ് ഏതൊക്കെയാ? 3 ഉണ്ട്. അസീഡിയ, വേറെ പേര് സീ സ്ക്വേർട്ട്, സാൽപ്പ, ഡോലിയോലം. അപ്പോൾ ഏതൊക്കെയാ എക്സാമ്പിൾസ്? അസീഡിയ, സീ സ്ക്വേർട്ട്, സാൽപ്പ, ഡോലിയോലം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോവാം. സബ് ഫൈലം സെഫാലോകോഡേറ്റ. എഗെയിൻ നമ്മൾ നേരത്തെ പഠിച്ചു, സെഫാലോകോഡേറ്റ ഏത് ഗ്രൂപ്പിലാണ് പെടുത്തിയിരിക്കുന്നത്? പ്രോട്ടോകോഡേറ്റ്സ് അല്ലെങ്കിൽ ലോവർ കോഡേറ്റ്സ്. പിന്നെ വേറൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, കോമൺ ക്യാരക്ടർ മറൈൻ ഫാംസ് ആണ് അല്ലേ. ഇനി വേറെ ഇമ്പോർട്ടൻറ്റ്, ഇതിനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ ഏതാണെന്ന് നമുക്ക് നോക്കാം. യൂറോകോഡേറ്റയിൽ നമ്മൾ പറഞ്ഞു ലാർവൽ ടെയിലിൽ മാത്രമേ കാണുള്ളൂ എന്ന് പറഞ്ഞു അല്ലേ. പക്ഷെ ഇവിടെ നോക്കിക്കോ, ഹെഡ് മുതൽ ടെയിൽ വരെയും കാണും. അത് മാത്രമല്ല, ലൈഫ് മുഴുവനും അത് കാണും. മറ്റേൽ എങ്ങനെയായിരുന്നു? ലാർവൽ സ്റ്റേജിൽ മാത്രമേ കാണുള്ളൂ, അഡൾട്ടിൽ കാണില്ല. അതുകൊണ്ടാണ് ലാർവൽ ടെയിലിൽ മാത്രമേ കാണുള്ളൂ എന്ന് പറഞ്ഞത്. മനസ്സിലായോ? അപ്പോൾ സബ് ഫൈലം യൂറോകോഡേറ്റയും സബ് ഫൈലം സെഫാലോകോഡേറ്റയും തമ്മിൽ ഡിഫർ ചെയ്യുന്നത് 2 കാര്യങ്ങളിലാണ്. സബ് ഫൈലം യൂറോകോഡേറ്റയിൽ ലാർവൽ സ്റ്റേജിൽ മാത്രമേ നോട്ടോകോഡ് കാണുള്ളൂ. രണ്ടാമത്തെ പോയിന്റ്, ലാർവൽ സ്റ്റേജിൽ ടെയിലിൽ മാത്രമേ നോട്ടോകോഡ് കാണുള്ളൂ. ഇനി സബ് ഫൈലം സെഫാലോകോഡേറ്റ നോക്കാം. അതിൽ നോട്ടോകോഡ് ഹെഡ് മുതൽ ടെയിൽ വരെയും കാണും. രണ്ടാമത്തെ പോയിന്റ്, ലാർവൽ സ്റ്റേജിൽ മാത്രമല്ല അഡൽട്ടിലും കാണുന്നു. ലൈഫ് ലോങ് ഈ ഒരു സ്ട്രക്ചർ പെർസിസ്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ലൈഫ് ലോങ് ഈ സ്ട്രക്ചർ കാണുന്നു. അതാണ് സബ് ഫൈലം സെഫാലോകോഡേറ്റ. ഓക്കെ, അപ്പോൾ ഇതിനെ രണ്ടും തമ്മിലുള്ള ഡിഫറൻസസ് യൂറോകോഡേറ്റയും സെഫാലോകോഡേറ്റയും. അപ്പോൾ എക്സാമ്പിൾ നോക്കാം. ആകെ ഒരേ ഒരു ജീനസേ ഉള്ളൂ. അതിൻ്റെ പേരാണ് ബ്രാങ്കിയോസ്റ്റോമ. വേറെ പേരുകളാണ് ആംഫിയോക്സസ് അല്ലെങ്കിൽ ലാൻസ്ലെറ്റ്. അതിൻ്റെ പേര് വരാൻ കാരണം ഇഞ്ചക്ഷൻ സിറിഞ്ച്, ദാറ്റ് ഈസ് അതിൻ്റെ വായ്ഭാഗം നീണ്ടിട്ടാണ്. അപ്പോൾ ഇഞ്ചക്ഷൻ സിറിഞ്ച് പോലെ ഇരിക്കും, അതുകൊണ്ടാണ് ലാൻസ്ലെറ്റ് എന്ന് പേര്. ശരിക്കും അതേ സ്ട്രക്ചറാണ്. അപ്പോൾ ബ്രാങ്കിയോസ്റ്റോമ, വേറെ പേരാണ് ആംഫിയോക്സസ് അല്ലെങ്കിൽ ലാൻസ്ലെറ്റ്. ബ്രാങ്കിയോസ്റ്റോമ, ആംഫിയോക്സസ്, ലാൻസ്ലെറ്റ്, മൂന്നും ഒന്നാണ്. ഓക്കെ, ഒരേ ഒരു ജീനസേ ഉള്ളൂ. ഇനി റൈറ്റ് സൈഡിൽ നിങ്ങൾക്കൊരു ചിത്രം കാണുന്നുണ്ടോ? അസീഡിയ അല്ലേ, അസീഡിയയുടെ ചിത്രമാണ്. അതിൻ്റെ ലേബിളിങ്സ് ഒന്നും വേണ്ട കേട്ടോ. ആ ഓർഗാനിസം ഏതാണെന്ന് അറിയണം, അത്രയാണ്. ഒരു ജീവി എന്താണ്? അസീഡിയ. ഇനി അടുത്തത് നോക്കാം, സബ് ഫൈലം വെർട്ടിബ്രേറ്റ. ഇപ്പം സബ് ഫൈലം വെർട്ടിബ്രേറ്റ നമുക്കറിയാം. എന്തൊക്കെയാ മെയിൻ ക്യാരക്ടേഴ്സ് ഉണ്ടാവുക? ആദ്യം നമുക്ക് ക്യാരക്ടേഴ്സ് നോക്കാം അല്ലേ. ഫസ്റ്റ് എന്താണ്? ബയലാറ്ററി സിമെട്രിക്കൽ ആണ്, സീലോമേറ്റ് ആണ്, ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്, ഓർഗാൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, നോട്ടോകോഡ് ഉണ്ട്. നോട്ടോകോഡ് പിന്നീട് വെർട്ടിബ്രൽ കോളമായി മാറും. പിന്നെ സെൻട്രൽ നെർവസ് സിസ്റ്റം നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്? ഡോർസൽ ആണ്, ഹോളോ ആണ്, സിംഗിൾ ആണ്. പിന്നെ സെൻട്രൽ നെർവസ് സിസ്റ്റം എങ്ങനെയാണ്? ക്ലോസ്ഡ് ആണ്. പിന്നെ ഹാർട്ട് എങ്ങനെയാണ്? വെൻട്രൽ ആണ് പൊസിഷൻ. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു. കിഡ്നീസ് ഉണ്ട്, എക്സ്ക്രീഷൻ ആൻഡ് ഓസ്മോ റെഗുലേഷനെ സഹായിക്കുന്നു. ഇനി സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ ബ്രെയിനും സ്പൈനൽ കോഡും ഉണ്ട്. അടുത്തത് എന്താ? ലോക്കോമോഷന് 2 ജോഡി ലാറ്ററൽ അപ്പൻഡേജസ് ഉണ്ട്. ലോക്കോമോഷൻ, ചലനത്തിന് 2 ജോഡി, 2 pairs ഓഫ് ലാറ്ററൽ അപ്പൻഡേജസ്. ലാറ്ററൽ എന്ന് പറഞ്ഞാൽ എന്താ? ബോഡിയുടെ 2 സൈഡ്, 2 വശങ്ങളിലായിട്ട് എന്തുണ്ട്? അപ്പൻഡേജസ് ഉണ്ട്. ചലനത്തിനായിട്ടുള്ള അവയവങ്ങളുണ്ട്. ഏതൊക്കെയാ? ഫിൻസ് ഓർ ലിംസ്. ഫിൻസ് എന്ന് പറഞ്ഞാൽ എന്താ? മത്സ്യങ്ങൾക്ക് അല്ലേ, നീന്താൻ സഹായിക്കുന്നത്. ലിംസ് എന്ന് പറഞ്ഞാൽ എന്താ? നടക്കാൻ, എഴയാൻ, ഇതിനൊക്കെ സഹായിക്കുന്നതാണ് ലിംസ്. അപ്പോൾ ഏതൊക്കെയാണ് സബ് ഫൈലം വെർട്ടിബ്രേറ്റയിലുള്ള ക്യാരക്ടേഴ്സ്? മെയിൻ ആയിട്ടുള്ളത് പറയാം. നട്ടെല്ലുണ്ട്, സെൻട്രൽ നെർവസ് സിസ്റ്റം ഡോർസൽ, ഹോളോ, സിംഗിൾ. പിന്നെ 2 pairs ഓഫ് ലാറ്ററൽ അപ്പൻഡേജസ്, ഫിൻസ് ഓർ ലിംസ്. പിന്നെ ട്രൂ വെൻട്രൽ മസ്കുലർ ഹാർട്ട്, കിഡ്നീസ്
ഫോർ എക്സ്ക്രീഷൻ, ഓസ്മോറെഗുലേഷൻ. അപ്പോൾ നോട്ടോകോഡ് എംബ്രിയോയിൽ മാത്രമേ കാണുള്ളൂ. അഡൽട്ടിലാവുമ്പോൾ എന്തായി മാറും? വെർട്ടിബ്രൽ കോളം, നട്ടെല്ലായി മാറുന്നു. ഓക്കെ, അപ്പോൾ ഭ്രൂണാവസ്ഥയിൽ അല്ലെങ്കിൽ എംബ്രിയോണിക് സ്ട്രക്ചറാണ്, അല്ലെങ്കിൽ എംബ്രിയോയിൽ മാത്രമേ നോട്ടോകോഡ് കാണുള്ളൂ. അഡൽട്ടിലാവുമ്പോൾ അതെന്തായി മാറും? വെർട്ടിബ്രൽ കോളം, നട്ടെല്ലായി മാറുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും ക്യാരക്ടേഴ്സാണ് സബ് ഫൈലം വെർട്ടിബ്രേറ്റിക്ക്. ഇനി സാധാരണഗതിയിൽ ഈ ഒരു ചോദ്യം ചോദിക്കാറില്ല. മെയിനായിട്ട് ചോദിക്കാറുള്ള ചോദ്യം ഈ ഫ്ലോ ചാർട്ടാണ് കേട്ടോ കുട്ടികളെ. ഈ ഫ്ലോ ചാർട്ടാണ് നമുക്ക് ഓർത്തു വയ്ക്കാനുള്ളത്. ഇതാണ് മെയിനായിട്ട് ചോദിക്കുക. അപ്പം ഇത് വൃത്തിയായിട്ട് എഴുതി പഠിക്കുകയാണ് ഏറ്റവും നല്ലത് കേട്ടോ. വൃത്തിയായിട്ട് എഴുതി പഠിച്ചാൽ അത്രയും നല്ലത്. ഫൈലം കോർഡേറ്റ 3 ബ്രാഞ്ചസ് ഉണ്ട്. ഏതാണിത്? 3 സബ് ഫൈലം അല്ലേ? ഫൈലം കോർഡേറ്റ 3 സബ് ഫൈലമായി തിരിച്ചിട്ടുണ്ട്. യൂറോകോഡേറ്റ, സെഫാലോകോർഡേറ്റ, വെർട്ടിബ്രേറ്റ. യൂറോകോർഡേറ്റയ്ക്ക് ഒരു എക്സാമ്പിൾ 3 ഉണ്ട്. ഏതൊക്കെ? അസീഡിയ, സാൽപ, ഡോലിയോലം. സെഫാലോകോർഡേറ്റയ്ക്ക് ഒരേ ഒരു എക്സാമ്പിൾ, ഒരേ ഒരു ജീനസ് ആംഫിയോക്സസ് അല്ലെങ്കിൽ ലാൻസ്ലെറ്റ് അല്ലെങ്കിൽ എന്താന്നാ പറഞ്ഞേ, ബ്രാങ്കിയോസ്റ്റോമ. ഇനി അടുത്തത് വെർട്ടിബ്രേറ്റ. വെർട്ടിബ്രേറ്റയ്ക്ക് 2 ഡിവിഷൻസ് ഉണ്ട്. ഏനാത്ത, നാത്തോസ്റ്റൊമേറ്റ. ഏതൊക്കെയാ? ഏനാത്ത പറഞ്ഞാൽ ജോസ് ഇല്ല, വായഭാഗം ഇല്ല, അല്ലെങ്കിൽ പല്ലുകളുള്ള വായഭാഗം ഇല്ല. ഒരു സക്കർ പോലെയാണ്, ട്യൂബ്, സക്ഷൻ ട്യൂബ് പോലെയാണ്, വാക്വം ക്ലീനർ പോലെയാണ്. ഇതിനടുത്തത് നാത്തോസ്റ്റൊമേറ്റ. നാത്തോസ്റ്റൊമേറ്റ എന്ന് പറഞ്ഞാൽ ജോസ്. നാത്തോസ് എന്ന് പറഞ്ഞാൽ ജോസ് എന്നാണ് അർത്ഥം, പല്ലുകളുള്ള ജോസ്, വായഭാഗം. അപ്പോൾ വെർട്ടിബ്രേറ്റയ്ക്ക് 2 ഡിവിഷൻസ്, മെയിൻ ഡിവിഷൻസ് ഏനാത്ത, നാത്തോസ്റ്റൊമേറ്റ. ഇനി ഏനാത്തയ്ക്ക് എഗെയിൻ ഒരേ ഒരു ക്ലാസ്സേ ഉള്ളൂ, ഒരേ ഒരു ക്ലാസ്, സൈക്ലോസ്റ്റൊമേറ്റ. സൈക്ലോ എന്ന് പറഞ്ഞാൽ അറിയാം, വട്ടത്തിൽ സർക്കുലർ ആയിട്ടാണ്. സ്റ്റൊമേറ്റ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വായഭാഗം, ഓപ്പണിങ്. ഓക്കെ, അപ്പം സൈക്ലോസ്റ്റൊമേറ്റ എന്ന് പറഞ്ഞാൽ സർക്കുലർ മൗത്ത് എന്നാണ് അതിൻ്റെ അർത്ഥം, വട്ടത്തിലുള്ള വായഭാഗം. ദെൻ നാത്തോസ്റ്റൊമേറ്റ എന്ന് വെച്ചാൽ എന്താ? ജോസ് ഉണ്ട് എന്ന് പറഞ്ഞു. ഈ നാത്തോസ്റ്റൊമേറ്റ എന്നുള്ള ഡിവിഷൻ വീണ്ടും 2 സൂപ്പർ ക്ലാസ്സസ് ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാ? ഒന്ന് പിസസ്, പിന്നെ ഒന്ന് ടെട്രാപോഡ. ഒന്ന് പിസസ്, പിന്നെ ഒന്ന് ടെട്രാപോഡ. ഈ പിസസ് എന്നുള്ളത് വീണ്ടും, അപ്പോൾ പിസസ് എന്ന കാറ്റഗറി അല്ലെങ്കിൽ പിസസ് എന്ന സൂപ്പർ ക്ലാസിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ നീന്താൻ ഫിൻസ് ഉണ്ട്. ഇനി അടുത്തത് പിസസ് എഗെയിൻ 2 ക്ലാസസ് ആയി തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാ? കോൺട്രിക്ത്യസ്, ഓസ്റ്റിക്ത്യസ്. കോൺട്രിക്ത്യസ് എന്ന് പറഞ്ഞാൽ മജ്ജയുള്ളത്, ഓസ്റ്റിക്ത്യസ് എന്ന് പറഞ്ഞാൽ മുള്ളുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് ടെട്രാപോഡ. എഗെയിൻ 4 ക്ലാസ്സുകളായി തിരിച്ചിട്ടുണ്ട്. ക്ലാസ് ആംഫീബിയ, റെപ്റ്റീലിയ, ഏവ്സ്, മെമേലിയ. പ്രത്യേകം ശ്രദ്ധിക്കണം, ഓർഡർ പ്രകാരം മാത്രമേ എഴുതാൻ പാടുള്ളൂ. ഇത് അങ്ങടോ മാറ്റി എഴുതിയാൽ മാർക്ക് പോകും. ഓക്കെ, അപ്പോൾ ടെട്രാപോഡ, സൂപ്പർ ക്ലാസ് ടെട്രാപോഡ 4 ക്ലാസ്സസ് ആയി തിരിച്ചിട്ടുണ്ട്. ആംഫീബിയ, റെപ്റ്റീലിയ, ഏവ്സ്, മെമേലിയ. അപ്പം ഇതൊക്കെയാണ് ഓർത്തു വെക്കണം. ഈ ഫ്ലോ ചാർട്ട് തീർച്ചയായിട്ടും ചോദിക്കും കേട്ടോ, കാരണം എല്ലാവരും തെറ്റിക്കാറില്ല, അതുകൊണ്ട് ചോദിക്കും, പഠിക്കണം. ഇനി അടുത്തതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് വെർട്ടിബ്രേറ്റ്സ്. ഇപ്പം ഇത്ര നേരം പറഞ്ഞ തന്നെയാണ്. വെർട്ടിബ്രേറ്റ്സ് ആർ ഡിവൈഡഡ് ഇൻ ടു 2 ഡിവിഷൻസ്. ഏതൊക്കെയാ? നിങ്ങൾ എന്നെ ഒന്ന് ഓർത്ത് പറഞ്ഞു നോക്കാം. ഏനാത്ത, നാത്തോസ്റ്റൊമേറ്റ. ഏനാത്തയ്ക്ക് ഒരേ ഒരു ക്ലാസ് ഏതാ? സൈക്ലോസ്റ്റൊമേറ്റ. എഗെയിൻ നാത്തോസ്റ്റൊമേറ്റ എന്ന ഡിവിഷനിന് 2 സൂപ്പർ ക്ലാസ്സസ് ഉണ്ട്. അത് ഓർത്ത് നോക്കി, ഏതൊക്കെയാ? ഒന്ന് പിസസ്, ഒന്ന് ടെട്രാപോഡ. എഗെയിൻ പിസസ് വീണ്ടും 2 സബ് ക്ലാസ്സസ് ആയി തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാ? ഒന്ന് കോൺട്രിക്ത്യസ്, ഒന്ന് ഓസ്റ്റിക്ത്യസ്. എഗെയിൻ ടെട്രാപോഡ 4 ക്ലാസ്സുകളായി തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാ? ആംഫീബിയ, റെപ്റ്റീലിയ, ഏവ്സ്, മെമേലിയ.
അപ്പോൾ ഇത്രയും ഓർത്ത് വെക്കണം, പഠിക്കണം, ഫ്ലോ ചാർട്ട് നന്നായി വരച്ചു പഠിക്കുക കേട്ടോ. അപ്പോൾ താങ്ക് യു മക്കളെ.